ഹലോ ഗായ്സ്, നാടൻ വിഭവങ്ങളും നാടൻ രുചിയിലേക്കും വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടയാണ്. ഇത് പ്ലാസി മരത്തിൻ്റെ ഇലയാണ്. ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ആയിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അണ്ടിപ്പരിച്ച് മുട്ടിയും വരണം. കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ എടുക്കാം. കുറച്ച് പശു നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് വെച്ചിരിക്കുന്ന പെട്ടെന്ന് ഇതിലേക്ക് കുറച്ച് പശു നെയ്യ് ആഡ് കൊടുക്കണം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി നമുക്ക് നൈസ് റവ ഒരു കപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. റവ നല്ലോണം ഒന്ന് റോസ്റ്റ് ആയിട്ട് വേണം. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് അതിലേക്ക് കുറച്ച് പശു നെയ്യ് കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂണിൻ്റെ അത്ര മതി കേട്ടോ. ഒന്ന് മിക്സ് ആക്കണം. ഇത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളപ്പഴിയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഏലത്തിൻ്റെ അകത്ത് പൊളിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി കുറച്ച് ഉപ്പും ചേർക്കും. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് കളക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഇടയിട്ട് തട്ടി കുറച്ച് നെയ്യുടെ തട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെച്ച് മൂടി കൊടുത്തിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടക്കാതെ തുറക്കണം. നല്ല ആകെ ചെല്ലിട്ടുണ്ട്. ഇതിനെ ഓരോ പ്ലേറ്റിലേക്ക് സൂപ്പറായിട്ട് നല്ല മണമൊക്കെ വന്നിട്ട് നമ്മുടെ നേന്ത്രപ്പഴ അട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നേന്ത്രപ്പഴ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിചാരം. അതൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലടിക്കണം. ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വിഭവങ്ങളുമായി വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ തുളസി